ടിഷ്യൂ സാരീസ് പോലെയുള്ള പറന്ന മെറ്റീരിയൽസിന്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഭയങ്കര പാടായിരിക്കുമല്ലോ ഉടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കിയാലോ. ഫ്രണ്ട് പോർഷൻ നീറ്റ് ആവാൻ വേണ്ടി സൈഡിലെ പോർഷൻ നീറ്റ് ആക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ അതെ ഇതേപോലെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് അത്രയും മെഷർ ചെയ്തിട്ട് ആ ഒരു മെറ്റീരിയൽ വിട്ടിട്ട് വേണം ബാക്കി ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പ്ലീറ്റ്സ് എല്ലാം എടുത്ത ശേഷം നമുക്ക് ലാസ്റ്റ് വരുന്ന ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ എപ്പോഴും എത്തിച്ച് ഇതേപോലെ പ്ലീറ്റ്സ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഫ്രണ്ടിലെ പ്ലീറ്റ് എല്ലാം വിടർന്നു പോകുന്നുണ്ടാവുക. അതിൽ നമ്മളൊരു വലിയ പ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഒതുങ്ങി കിട്ടുന്നതാണ്. ലാസ്റ്റ് വരുന്ന ആ മെറ്റീരിയലിൽ ഒരു വലിയ പ്ലീറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇത് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അൺഈവനായി പോവാണ്ട് എല്ലാം ഒന്ന് ലെവലാക്കി തന്നെ കൊടുക്കണം കേട്ടോ. ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ പോർഷൻ ഒന്ന് ഒതുക്കി കൊടുക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിച്ചാൽ മതിയില്ലേ, നമ്മൾ തന്നെ ചെയ്താൽ മതിയോ. പിന്നെ ഇത് ടക്ക് ചെയ്യുമ്പോൾ നേവലിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ടക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഉള്ളിലേക്കൊന്ന് കൈയിട്ടിട്ട് എല്ലാം ഒന്ന് നിരത്തി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി റൈറ്റ് സൈഡിൽ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാവും. അതിൽ കൂടെ നമ്മൾ കൈയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും കേട്ടോ. നമ്മളത് വലിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ അവിടെ കുറച്ച് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ആ സൈഡ് നിന്നോളേ. ദെൻ അതെല്ലാം നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുത്താൽ അതവിടെ ടൈറ്റ് ആയിട്ടിരുന്നോളും. ബാക്കി പോർഷൻ ടക്കിൻ ചെയ്യുന്നതിന് മുന്നേ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് നീങ്ങി പോവാണ്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് സാരി ഉടുക്കാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടൈം സാരി ഉടുക്കുമ്പോൾ. അപ്പോൾ ഓർഗൻസ ടിഷ്യൂ സാരീസ് ഒക്കെ ഉടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്തോട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.